രൂപയുടെ മൂല്യം ഇടിയുന്നത് ആശങ്കാജനകമാണെന്ന് കേന്ദ്രമന്ത്രിയും റിസർവ് ബാങ്ക് ഗവർണറും പറയുമ്പോഴും വിദേശ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് വിദേശ മലയാളികൾ സമ്മതിക്കില്ല. തങ്ങളയക്കുന്ന പണത്തിന് നാട്ടിലെത്തുമ്പോൾ പൊന്നിന്റെ മൂല്യം വന്നാൽ ആർക്കാണ് ആശങ്കയുണ്ടാവുക? രൂപയുടെ മൂല്യം കുത്തനെ താഴേക്ക് പതിക്കുകയും ദിനാറും ദിർഹവും റിയാലുമെല്ലാം കുത്തനെ ഉയരുകയും ചെയ്യുന്ന ഈ സമയത്ത് കടം വാങ്ങിയും ലോണെടുത്തും ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയും ഡ്രാഫ്റ്റായും മണി ട്രാൻസ്ഫർ ഏജൻസികളിലൂടെയും നാട്ടിലേക്ക് അയക്കുന്ന തിരക്കിലാണ് വിദേശ ഇന്ത്യക്കാർ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി $1000 നാട്ടിലേക്ക് അയച്ച ഒരു അമേരിക്കൻ മലയാളിക്ക് 44,070 രൂപ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഏതാണ്ട് 53,000 രൂപയാണ്. അതായത് $1000 മേൽ വന്ന മൂല്യവർധന 8,930 രൂപയാണ്. ഗൾഫിൽ നിന്നൊക്കെ അയക്കുന്ന ഒരാളുടെ ഭാഗത്ത് നോക്കുമ്പോൾ മുമ്പ് ഒരു 1000 രൂപ അയക്കണമെങ്കിൽ ഒരു 90 ദിറംസ് ആ ഒരു ആവറേജ് ഞാൻ പറയാം, അല്ലെങ്കിൽ 80+ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു 70 അല്ലെങ്കിൽ 70ക്ക് താഴെ മതി ഒരു 1000 രൂപ അയക്കാൻ. അപ്പം അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ പേഴ്സൻ്റ് ആ ഡിഫറൻസ്. അവർക്ക് കുറച്ച് മതി, ഇപ്പോൾ കൂടുതൽ രൂപ കിട്ടും. 190 രൂപ കടന്ന കുവൈറ്റ് ദിനാറും 140 രൂപ ഭേദിച്ച ബഹ്റിൻ ദിനാറും 15 രൂപയോടടുക്കുന്ന UAE ദിർഹവുമെല്ലാം വിദേശ മലയാളികൾക്കും കുടുംബങ്ങൾക്കും ആനന്ദം നൽകുന്നു. ആദ്യം വാങ്ങുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അയക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അതൊരു സന്തോഷമായ കാര്യമാണ്. പണത്തിന്റെ വരവ് വർദ്ധിച്ചതായി ധനകാര്യ സേവനദാതാക്കളും പറയുന്നു. ട്രാൻസാക്ഷൻ കൂടുതലും ഗൾഫ് കൺട്രീസിൽ നിന്നാണ് കൂടുതലും ഞങ്ങളുടെ ട്രാൻസാക്ഷൻ വരുന്നത്. അതിൽ പ്രധാനമായിട്ട് UAE തന്നെയാണ്. UAE, ഒമാൻ, കുവൈത്ത്, പിന്നെ ബഹ്റിൻ, ഖത്തർ എല്ലാം വരുന്നുണ്ട്. പിന്നെ മലേഷ്യ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടുതലും ഗൾഫ് കൺട്രീസ് തന്നെ. ഇതിനിടയിലാണ് റിസർവ് ബാങ്കിന്റെ മറ്റൊരു പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നത്. പ്രവാസി നിക്ഷേപങ്ങൾക്ക് പലിശ കൂട്ടാനാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. കേരളത്തിലെ ബാങ്കുകളിൽ ഏതാണ്ട് 38,556 കോടിയുടെ വിദേശ നിക്ഷേപമാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിനാണ്, 17,009 കോടി രൂപ. ഭൂമി വാങ്ങാനും വീട് വാങ്ങാനും വാഹനങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന വിദേശ മലയാളികൾക്കും ഇത് അനുയോജ്യമായ കാലമാണ്. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ പണം എത്തിക്കുന്ന മലയാളികൾ രൂപയുടെ തകർച്ച മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തെ സഹായിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്തായാലും ഗൾഫിലെ മണി ട്രാൻസ്ഫർ ഏജൻസികൾക്ക് മുന്നിൽ ആളുകൾ തിരക്കുകൂട്ടുകയാണ്, ഒരു ഇടിവ് നൽകിയ നേട്ടം മുതലെടുക്കുവാൻ.